ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. നാരായണ നാരായണ ഗോവിന്ദ മുരാരേ ദാമോദര രാമ വരമേകീടു മുകുന്ദ. നാരായണ നാരായണ ഗോവിന്ദ മുരാരേ ദാമോദര രാമ വരമേകീടു മുകുന്ദ. കണ്ണ കടൽ വർണ്ണ കനിവേറും മുകിൽ വർണ്ണ കന്മേഷമതകലാൻ വഴി നൽകിയിടു മുകുന്ദ. നാരായണ നാരായണ ഗോവിന്ദ മുരാരേ ദാമോദര രാമ വരമേകീടു മുകുന്ദ. കണ്ണ കടൽ വർണ്ണ കനിവേറും മുകിൽ വർണ്ണ കന്മേഷമതകലാൻ വഴി നൽകിയിടു മുകുന്ദ. നാരായണ നാരായണ ഗോവിന്ദ മുരാരേ ദാമോദര രാമ വരമേകീടു മുകുന്ദ. കായാമ്പുവം കാർമേഘവും നാണിക്കുന്ന പൂമൈ കാണേണമതിനായിതാ കൂപ്പുന്നു മുകുന്ദ. കായാമ്പുവം കാർമേഘവും നാണിക്കുന്ന പൂമൈ കാണേൺമതിനായിതാ കൂപ്പുന്നു മുകുന്ദ. നാരായണ നാരായണ ഗോവിന്ദ മുരാരേ ദാമോദര രാമ വരമേകീടു മുകുന്ദ. നാരായണ നാരായണ ഗോവിന്ദ മുരാരേ ദാമോദര രാമ വരമേകീടു മുകുന്ദ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാവരുടെയും കമൻസുകളും എല്ലാം ഭഗവാനിൽ അർപ്പിച്ചു. ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു. സർവ്വ മക്കൾക്കും ഈശ്വരകൃപയും ആയുരാരോഗ്യവും രോഗശാന്തി ശാന്തി സമാധാനം എല്ലാ നന്മകളും ഈശ്വരകൃപയും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഈശ്വരനെ അർപ്പിക്കുന്നു. നമുക്ക് പൗണ്ഡ്രക വധമാണ് ഇന്ന് വായിക്കാനുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നൃഗമോഷമാണ് വായിച്ചത്. അപ്പോൾ സാമ്പാതി ആദ്യമായിട്ട് പിള്ളേർക്ക്, അതായത് സാമ്പാദിക്കും കുഞ്ഞുങ്ങൾക്കും എല്ലാം ഭഗവാൻ ശിക്ഷണം കൊടുത്ത് നല്ല അറിവ് കൊടുത്ത് ബ്രഹ്മത്വം, അതായത് ബ്രഹ്മജ്ഞന്മാരെ ഒന്നും മനസ്സാ വാച ഒന്നും പറഞ്ഞുകൂടാ. അവരുടെ മനഃശാപം അഗ്നിക്കും, അതായത് അഗ്നിക്ക് നമുക്ക് കുഴപ്പമില്ല, വിഷത്തിനും വിഷമാണ്. ഈ ബ്രഹ്മാണ്ഡം മൊത്തവും അഗ്നി കൊണ്ട് നശിക്കും. എന്നാൽ ബ്രഹ്മസ്വത്തിനെ നശിപ്പിക്കാൻ ആരാലും പറ്റത്തില്ല. അത് വല്ലാത്തൊരു അഗ്നിയാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ബ്രഹ്മജ്ഞന്മാരായ മഹാത്മാക്കളെ ഒന്നും പറഞ്ഞുകൂടാ. മനസ്സാ വാച കർമ്മണ അവരെപ്പോഴും അവരുടെ സ്നേഹം നമുക്ക് വേണം. അത് നമുക്ക് ഗുരുത്വമായി തന്നെ ഇരിക്കണം. ബ്രഹ്മജ്ഞൻ എന്ന് വെച്ചാൽ ഈശ്വരന് തുല്യക്കാരാണ് അവർ. അതൊക്കെ ഭഗവാൻ തന്ന പാഠങ്ങൾ. നമ്മളെല്ലാം അങ്ങനെ ആയിത്തീരുക. നമുക്കിന്ന് പൗണ്ഡ്രക വധമാണ് വായിക്കാനുള്ളത്. അത് നമുക്ക് വായിക്കാം. പൗണ്ഡ്രകനെ എന്ന് വെച്ചാൽ ഭഗവാനായിട്ടങ്ങ് ചമഞ്ഞ് നടക്കുക. കിരീടവും 4 കൈകളൊക്കെ വെച്ച് ഞാനാണ് കൃഷ്ണൻ, വാസുദേവൻ ഞാനാണ് എന്നുള്ള രീതിയിലാണ് പൗണ്ഡ്രകൻ. ആ അഹങ്കാരം ഭഗവാനങ്ങ് മാറ്റി. അതാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. ഭഗവാനിവിടെ അവതരിച്ചതേ അതിനാണല്ലോ, ദുഷ്ടന്മാരുടെ അഹങ്കാരം മാറ്റാനാണല്ലോ. അതുകൊണ്ട് അതൊക്കെ നിരപ്പേ അങ്ങ് എല്ലാം ശരിയാക്കിയിട്ടേ ഭഗവാൻ പോയുള്ളൂ. അതുകൊണ്ട് നമുക്ക് പൗണ്ഡ്രക വധം വായിക്കാം. അതായത് മഹാമുനി, ശ്രീശുക മഹാമുനി പരീക്ഷത്തിന് കൊടുക്കുന്ന ഉപദേശങ്ങളാണിതെല്ലാം. അതുകൊണ്ടാണ് കേൾക്കടോ നൃപ. മഹാമുനി പറയുന്ന രാജാവേ പരീക്ഷത്തെ എന്താ ഇനി പറയാൻ പോകുന്ന പൗണ്ഡ്രകനെ പറ്റിയുള്ള കാര്യമാണ്. കേൾക്കടോ നൃപ. ജഗന്നായകൻ ഭഗവാൻ കൃഷ്ണൻ ത്രികാലവും ഓർക്കുമ്പോൾ അറിയുന്ന മാധവൻ. ഭഗവാന് ത്രികാലം 3 കാലങ്ങളും അറിയാം. കഴിഞ്ഞ കാലങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നതും ഇനി നടക്കാൻ പോകുന്നതും, അങ്ങനെ 3 കാലങ്ങളും ഭഗവാന് അറിയാം. ഓർക്കുമ്പോൾ അറിയുന്ന ഭഗവാൻ മാധവൻ സാമ്പാദിയെ ശിക്ഷ ചെയ്തുടൻ വസിച്ചിടുന്ന മായാമയൻ സാക്ഷാൽ ഈശ്വരൻ ഏകൻ ദ്വൈതവർജിതൻ പരൻ. ഭഗവാൻ ദ്വൈതവർജിതൻ, രണ്ടില്ലാത്ത അവസ്ഥ. ഭഗവാൻ ഏകനാണ്, അദ്വൈതനാണ്. എന്നുവെച്ചാൽ പരമാത്മാവ് ഏകനാണ്.
ഈശ്വരന് രണ്ടെന്നുള്ള ഇല്ല, ദ്വൈതം, എൻ്റേത് നിൻ്റെന്നുള്ള ചിന്ത അങ്ങനെയുള്ള യാതൊന്നുമില്ല. അതുകൊണ്ട് ദ്വൈതം രണ്ട്, അത് വർജിതനാണ്, രണ്ടില്ലാത്ത ഭഗവാൻ. അപ്പോൾ ഭഗവാൻ ആരാണ്? സാക്ഷാൽ ഈശ്വരൻ ഏകനാണ്. നാമരൂപാതി വർണ്ണഭേദങ്ങൾ ശൂന്യനായി, അതുമില്ല. ഭഗവാന് ദ്വൈതവർജിതനുമാണ്. പരനായിട്ട് ഈശ്വരൻ നാമം, പേരില്ല, രൂപമില്ല, വർണ്ണഭേദങ്ങളില്ല, അതൊക്കെ ശൂന്യനാണ്. അങ്ങനൊന്നുമില്ല. നാമരൂപാതി വർണ്ണഭേദങ്ങൾ ശൂന്യനായി ചിന്മയനായിരിക്കും മാധവൻ മഹാമായ മന്നവ, തിരിച്ചറിയാവല്ലെന്നറിഞ്ഞിടാം. ഭഗവാന്റെ എന്താ ഉള്ള മഹാമായ, പരമാത്മാവായ ഭഗവാൻ കൃഷ്ണൻ്റെ, മഹാവിഷ്ണുവിൻ്റെ, നാരായണൻ്റെ മഹാമായ, അത് തിരിച്ചറിയാവല്ല, ആർക്കും തിരിച്ചറിയാൻ പറ്റില്ല. അത്രത്തോളമാണ് ഭഗവാന്റെ മഹാമായ. മന്നവ തിരിച്ചറിയാവല്ലെന്നറിഞ്ഞിടാം. പോകവ എല്ലാം, അതൊക്കെ പോകട്ടെ, ഇതൊക്കെ നിർത്തി ഇനി അടുത്ത കഥയെപ്പറ്റി നമുക്ക് പറയാം. അതാണ് പോകവ എല്ലാം കഥാശേഷവും കേട്ടിടുക. ഇനി നമുക്ക് പൗണ്ഡ്രകൻ്റെ കഥ കേൾക്കാം. അങ്ങനെ അതുകൊണ്ട് ഇത് ഇവിടെ നിൽക്കട്ടെ, ഇത്രയൊക്കെ പറഞ്ഞ് നിർത്തി. ഇനി നമുക്ക് വേറെ കഥകൾ പറയാം, കേട്ടിടുക. ഗോകുലംബുക്ക് നന്ദാദികളെ കണ്ടിടുവാൻ സീരിയും അകക്കാമ്പിൽ ചിന്തിച്ചു നിശ്ചയിച്ചു. പാരാതെ കൃഷ്ണാദികൾ തമ്മോട് യാത്ര ചൊല്ലി വേഗേന പുറപ്പെട്ടു ഗോകുലം പുക്കേടിനാൻ. അവിടെ ഗോകുലത്തിൽ വരാനായിട്ട് ആരാ നിശ്ചയിച്ചത്? രാമൻ. സീരി എന്ന് പറഞ്ഞാൽ രാമനെ, ബലരാമനെയാ പറയാ, കൃഷ്ണനല്ല. കൃഷ്ണൻ വരുന്നില്ല. രാമൻ മനസ്സുകൊണ്ട് ചിന്തിച്ച് ഗോകുലത്തിൽ പോകണമെന്ന്. നന്ദാദികളെയൊക്കെ കാണണ്ടേ, നന്ദഗോപരും യശോദയും രോഹിണിയൊക്കെ അവിടെ അല്ലേ വളർത്തിയ അച്ഛനും അമ്മയൊക്കെ അല്ലേ അവർ. എത്രത്തോളം നാളവർ കാത്തു ഇരുന്ന് കാണും. ഇവർക്ക് തോന്നുമ്പോഴല്ലേ, നമ്മുടെ മക്കളെല്ലാം ഇങ്ങനെയാണ്, അവർക്ക് തോന്നുന്നെങ്കിൽ കണ്ട് കേട്ട്. നമ്മുടെ ഇഷ്ടത്തിനൊന്നും അവർ നിൽക്കത്തില്ലല്ലോ. നമുക്ക് വന്ന് കാണണമെന്ന് പറഞ്ഞാൽ അവർ വരികയൊന്നുമില്ല. അവർക്ക് എപ്പോഴും തോന്നുന്ന സമയം നോക്കി അവർ വരത്തുള്ളൂ. ഇതാണെന്ന് ലോകം. അന്നേ ഉണ്ട് ഇത്. അവിടെ ഇത് തന്നെ സംഭവിച്ചേക്കുന്നത്. വളർത്തിയ അച്ഛനും അമ്മയും ഗോകുലത്തിലുണ്ട്. അതായത് വൃന്ദാവനത്തിലെ പശുക്കളെയൊക്കെ മേച്ച് കിടക്കുന്ന അവിടെ നന്ദഗോപരൊക്കെ അവിടെ ആണല്ലോ. ഇവരെല്ലാം ദ്വാരകയിലും, അതായത് കംസനെ വധിക്കാൻ മധുരയിലേക്ക് അങ്ങ് പോയി. അവിടുന്ന് പല പല പ്രശ്നങ്ങളും ഒരുപാട് കാര്യങ്ങളെല്ലാം ഇതിനിടയ്ക്ക് കൂടെ കഴിഞ്ഞ് കുറേ പേരെ വധിച്ചു. ദുഷ്ടന്മാർ പിന്നെ ഭഗവാൻ പെണ്ണുകെട്ടി, രാമൻ പെണ്ണുകെട്ടി, അവർക്ക് മക്കളായി. മക്കളുമായിട്ടും ഈ ഗോകുലത്തിലെ രാമൻ ഇപ്പോഴാണ് വരുന്നത്. അതുകൊണ്ട് പാരാതെ കൃഷ്ണാദികൾ തമ്മോട് യാത്ര ചൊല്ലിയിട്ട് വേഗേന പുറപ്പെട്ടു ഗോകുലം പുക്കിട നന്ദഗോപരുടെ അടുക്കലേക്ക് വരുവാണ്. വേഗത്തിൽ നന്ദൻ മോദാൽ രാമനെ പുണർന്നിതു. പെട്ടെന്ന് തന്നെ മകനെ കണ്ടപ്പോൾ എന്ത് ചെയ്തു? പെട്ടെന്ന് നിന്ന് കെട്ടിപ്പിടിച്ചു, ഉണർന്നു. രാമനും ഏറ്റവും സുഖമുണ്ടായത് അത് നേരെ. അപ്പോഴൊരു പിതാവ് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്നേഹവും ആഹ്ലാദവും, എന്താ എല്ലാം കൂടെ ഒന്നിച്ച സന്തോഷമാണോ, ആഹ്ലാദവും എന്തൊക്കെയാണ് വേണ്ടത് അതെല്ലാം ഒന്നിച്ച്. കാരണം കുറേ നാളായില്ലേ അങ്ങനെ. അപ്പോൾ അതെല്ലാം ഓർത്തപ്പം ഈ രാമനും ഭയങ്കര സുഖമുണ്ടായി. കാമിനി യശോദയും രോഹിണി താനും ഏറ്റം ആമോദാ രാമൻ തന്നെ മുകർന്നു തലോടിനാർ. കാമിനി എന്ന് വെച്ചാൽ നന്ദഗോപരുടെ ഭാര്യയാകുന്ന യശോദയും രോഹിണിയും അതുപോലെ സന്തോഷത്തോടെ ചെന്ന് രാമനെ മുകർന്നു തലോടിനാൻ. രാമനും തൻ്റെ താതമാതാക്കൾ പാദാന്തികെ പ്രേമം ഉൾക്കൊണ്ട് വന്ദിച്ചിടനാൻ വിനീതനായി. അതൊന്നും നമ്മുടെ മക്കൾ ചെയ്യത്തില്ല. നന്നായി സ്നേഹമൊക്കെ കാണും. പക്ഷേ ഇവിടെ എന്താ കണ്ടത്? രാമനും തൻ്റെ മാതാക്കളുടെ പാദാന്തികെ പാദത്തിൽ ചെന്ന് നമസ്കരിക്കുന്നുണ്ട്. അതൊരു ഗുരുത്വം പണ്ടുള്ള മഹാത്മാക്കൾ അന്നൊക്കെ ഉണ്ട്. ഞങ്ങളുടെ കാലത്തുള്ള, ഇപ്പോഴത്തെ കാലത്ത് അത് കേൾക്കുന്നത് പോലും നാണക്കേടാണ്, പറയാൻ പോലും പറ്റത്തില്ല. അങ്ങനെ ഇപ്പോഴത്തെ മക്കളോട് അങ്ങനെ പറയാൻ പറ്റുമോ? അവിടെ രാമനും തൻ്റെ മാതാക്കൾ പാദാന്തികയെ പ്രേമം ഉൾക്കൊണ്ട് വന്ദിച്ചിടാൻ വിനീതനായി. ആ വിനയം മതിയല്ലേ, വേറൊന്നും വേണോ? എത്രയും ആഹ്ലാദത്താൽ നന്ദാദി ജനങ്ങളും ചിത്തമോദേന കുശലങ്ങളും വിചാരിച്ചാർ. എല്ലാവരും സന്തോഷത്തോടെ അവിടെയുള്ള മറ്റു ജനങ്ങളും എല്ലാവരും നല്ല നല്ല കുശലങ്ങൾ, എന്തൊക്കെയാ വിശേഷങ്ങളൊക്കെ ചോദിച്ചു. മാധവ സഹായനാം നീയും കൃഷ്ണനുമായി ബാധകൾ തീർന്നു, പുത്രപൗത്രാദിവർഗത്തോടും നന്നായി വാഴുന്നിതോ എന്നിവയെല്ലാം തമ്മിൽ അന്യോന്യ വൃത്താന്തങ്ങൾ പറഞ്ഞു വഴി പോലെ. എന്തൊക്കെയാ ചോദിക്കുന്നേ? ഭഗവാന്റെ സഹായിയാണല്ലോ രാമൻ. മാധവ സഹായനാം നീയും, ഭഗവാൻ കൃഷ്ണൻ്റെ സഹായമാണ് രാമൻ. അതുകൊണ്ട് നിങ്ങളെ രാമൻ്റെയും കൃഷ്ണൻ്റെയൊക്കെ ബാധകൾ തീർന്നു. അവിടെ കംസൻ്റെ
ബാധ, അതിൽ തുടർന്ന് ഒരുപാട് ജരാസന്ധൻ്റെ ബാധ, ഇങ്ങനെ എത്ര എത്ര ബാധകളാണ്. അതും പോയിട്ട് ആ ബാധയൊക്കെ തീർന്നിട്ട് പുത്രനും പൗത്രാദി വർഗത്തോടും നന്നായി വാഴുന്നതോ. അതിനുശേഷം പിന്നെന്തായിരുന്നു ഒടുക്കത്തെ ബാധ നമ്മൾ വായിച്ചത്? മകൻ്റെ പ്രദ്യുമ്നൻ്റെ മകൻ അനിരുദ്ധനും പിന്നെ മറന്നുപോയില്ല അങ്ങനെ പേര്. എന്തായാലും അയാളുടെ ഉഷയെ വിവാഹം കഴിപ്പിച്ചതും നാഗാസ്ത്രത്താൽ ബന്ധനസ്ഥനാക്കി കൃഷ്ണൻ അവിടെ യുദ്ധത്തിന് ചെയ്തു. അതൊക്കെ ആ ബാണൻ്റെ മകൾ ഉഷ ചിത്രലേഖ പുരുഷനെ കാണിച്ചു കൊടുത്തു. ഇതെല്ലാം നമ്മൾ അതിനിടയ്ക്കൂടെ ഇത്രയെത്ര എന്തൊക്കെ ബാധകളാണ്. എന്നിട്ട് നരകാസുരൻ്റെ 16,000 കുഞ്ഞുങ്ങളെ അയാൾ കൊണ്ട് ബന്ധനസ്ഥനാക്കി അതിനെ ഭഗവാൻ രക്ഷിച്ച് ദ്വാരയെ കൊണ്ട് വളർത്തുന്നു. ഇങ്ങനെ എന്തെല്ലാം പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് ഇവർ ചോദിച്ചു, നിങ്ങളുടെ ബാധകളൊക്കെ തീർന്ന് പുത്രപൗത്രാദി മക്കളുമായിട്ട് സന്തോഷത്തോടെ കഴിയുന്നു. അവർക്ക് അറിയണ്ടേ, രക്ഷകർത്താക്കൾക്ക് അറിയാൻ മോഹമുണ്ട്. പക്ഷേ ഇന്നുള്ള മക്കൾക്ക് ചിന്ത എന്താ? അച്ഛനും അമ്മയൊക്കെ വയസ്സായില്ലേ, അവരിപ്പോൾ എന്തിനാ ഇതൊക്കെ അറിയുന്നേ? ഇതാണ് ഇന്നത്തെ പിള്ളേരുടെ കാര്യം. അതുകൊണ്ട് നന്നായി വാഴുന്നതോ എന്നിവയെല്ലാം തമ്മിൽ അന്യോന്യ വൃത്താന്തങ്ങൾ പറഞ്ഞു വഴിപോലെ ഓരോരോ കാര്യങ്ങൾ രാമൻ എല്ലാ കാര്യങ്ങളും ചോദിക്കുകയും പറയുകയും എല്ലാം ചെയ്തു. വഴിപോലെ വെച്ചാൽ എന്താണ്? ആദ്യം തൊട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. അച്ഛനും അമ്മയ്ക്കും അറിയണ്ടേ കാര്യങ്ങൾ. പുത്രരായിടും നിങ്ങൾ ഞങ്ങളെ പാലിച്ചാലും. അതെല്ലാം തീർന്നപ്പം ഇവർ പറഞ്ഞു, നിങ്ങൾ മക്കളല്ലേ, ഞങ്ങളെ രക്ഷിക്കൂ, പാലിക്കൂ, കാരണം ഞങ്ങൾ വയസ്സായി, ഇനി നിങ്ങൾ വേണം ഞങ്ങളെ നോക്കാൻ എന്നവർ പറഞ്ഞു. ഇത്തരം പല മോദവാക്യങ്ങൾ ഉര ചെയ്തു. മോദവാക്യങ്ങളാണ് ഇതൊക്കെ, അവരെ കൊണ്ട് നടക്കത്തില്ലെന്നറിയാം, എങ്കിലും അവരുടെ കാര്യങ്ങൾ പറഞ്ഞു. സന്തോഷത്താൽ അവരതൊക്കെ പറഞ്ഞു. ഇതെല്ലാം മോദവാക്യങ്ങളെല്ലാം ഉര ചെയ്തു. നല്ല നല്ല സന്തോഷത്തിനുള്ള വാക്കുകൾ. പിന്നെ ഗോപികമാരും രാമനെ വന്നു കണ്ടു, നന്നായി സൽക്കാരവും ചെയ്തതു വഴിപോലെ. അങ്ങനെ മറ്റു കുട്ടികൾ ഗോപികമാരൊക്കെ വന്ന് കൃഷ്ണനെ പോലെയല്ലേ രാമനോട് അവരെല്ലാം ഒന്നിച്ച് വളർന്നതല്ലേ, അവരെല്ലാം വന്ന് ഈ രാമനെയും വന്ന് കണ്ടു. കോമളന്മാരായിടും വയസ്സന്മാരും ഏവം. ഇത് വയസ്സന്മാരെന്ന് പറയുന്നത് ഇവിടത്തുള്ള നമ്മൾ വയസ്സന്മാരല്ല, വയസ്യന്മാരാണ്. വയസ്സന്മാരെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ പറയുന്നത് എന്താണ്? വൃദ്ധന്മാരെയാണ് നമ്മൾ. ഒരു വയസ്സുണ്ടോ പോകുന്നെന്ന് പറയും. ഇതെന്താണെന്നറിയുമ്പോൾ ഇത് ഇവർ വളർന്നപ്പോൾ ഉള്ള കൂട്ടുകാരാണ്. തുല്യം രാമൻ്റെയും കൃഷ്ണൻ്റെയും കൂടെ നടന്ന കൂട്ടുകാർ, സഹികളാണ്. അവർ കോമളന്മാരായിരുന്ന വയസ്സന്മാർ ഏവം രാമനെ വന്നു കണ്ടു കുശലം വിചാരിച്ചാർ. അവരും അവരുടെ കാര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞു. ഗോപവൃദ്ധരെ കണ്ടു രാമനും വന്ദിച്ചിതു. അവളുടെ ഗോപവൃദ്ധരെ കണ്ട്, അവരുടെയൊക്കെ പിതാക്കന്മാരൊക്കെ വൃദ്ധരായി കാണാം, അവരെയും കണ്ടു വന്ദിച്ചു. ഗോപികൾ രാമൻ സ്വസ്ഥനായിരിക്കുന്ന നേരം. അങ്ങനെ അവസാനം എന്തോന്ന്? ഗോപികമാർ രാമൻ എല്ലാം കഴിഞ്ഞിട്ട് സമാധാനമായിട്ട് എല്ലാം അങ്ങോട്ടും പറയുകയൊക്കെ ചേട്ടാ ഒരു വിശ്രമിച്ചിരിക്കുന്ന സമയം നോക്കി ചെന്ന് ചോദിച്ചാർ ഗോപികമാർ, അവരുടെ സ്ത്രീകൾ വന്ന് ചോദിച്ചാർ, കമലേഷണൻ കാന്തമാരും ഒന്നിച്ചു സദാ ആനന്ദം പൂണ്ടു വാഴുന്നുവല്ലോ. അവർക്കതാണ് അറിയേണ്ടത്. അവരുടെ സ്ഥാനമാനങ്ങളെല്ലാം മറ്റുള്ളവർ കൊണ്ടുപോയല്ലോ. ഒന്നിച്ച് കളിച്ച് നടന്ന കൃഷ്ണനെ അവർക്ക് കിട്ടിയില്ലല്ലോ ഒടുക്കം. ഇവരെല്ലാം ഒറ്റയ്ക്ക് ഇട്ടിട്ട്, എന്നുവെച്ചാൽ ഒറ്റയ്ക്ക് വെച്ചാൽ എന്താണ്? ഭഗവാനങ്ങ് എല്ലാവരുടെയും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരെയും ഒറ്റയ്ക്കാക്കിയിട്ട് ഇവരുടെ ഉള്ളത്തിലേ ഇനി ഒരു ഭഗവാനുള്ളു. അതുകൊണ്ട് അവർ ചോദിക്കുന്നു, ഈ ഗോപികമാർ ചോദിക്കുന്നു, സ്വസ്ഥനായി രാമൻ അവിടെ ഇരുന്നപ്പം അന്നല്ലേ ഇതൊക്കെ പറയാൻ പറ്റും. അതുകൊണ്ട് വിശ്രമിച്ചിരിക്കുന്ന സമയത്ത് ചെന്ന് ചോദിക്കുന്നു, കമലേഷണൻ ഭഗവാൻ കൃഷ്ണൻ കാന്തമാരും ഭാര്യമാരും ആയിട്ട് ഒന്നിച്ച് സദാ എപ്പോഴും ആനന്ദം കൊണ്ട് വാഴുന്നുവല്ലോ, അവരൊക്കെ നന്നായി കഴിയുന്നല്ലോ കൃഷ്ണനും ഭാര്യമാരും. ഇത്തരം പറഞ്ഞവർ കരയും നേരത്തെങ്കിൽ. അപ്പോൾ ഭഗവാന്റെ കഥ പറയുമ്പോൾ കരച്ചിലുണ്ടാവും, നമുക്കും ഉണ്ടാവുന്നില്ലേ? നമ്മളെ ഒറ്റയ്ക്കാക്കിയിട്ട് ഭഗവാൻ എവിടേക്കോ പോയെന്ന് നമുക്കും വിഷമമല്ലേ? എനിക്ക് സങ്കടം ഉണ്ടാവും. അതുകൊണ്ട് ആ കുട്ടികൾ കരയുന്നതിന് ഒരു കുഴപ്പവും ഇല്ല. അവർക്കുള്ള അത്രയ്ക്ക് അവിടെ ഉള്ളത്തിൽ ഭഗവാനുണ്ട്. അപ്പോൾ എങ്കിലും പുറമേ ഒന്ന് കാണാൻ പറ്റുന്നില്ല, ഭഗവാനൊന്നും വരുന്നില്ലല്ലോ എന്നൊരു ചിന്തയുണ്ട്. എന്നാലും ഭഗവാന്റെ സുഖവിവരങ്ങൾ നന്നായി അവർ ചോദിക്കുകയും ചെയ്യുന്നു, അവർക്ക് കരച്ചിലും വരുന്നുണ്ട്. അതുകൊണ്ട് ഇത്തരം പറഞ്ഞവർ കരയും നേരത്തെങ്കിൽ ചിത്തം ആശ്വസിപ്പിച്ചു രാമനും കൃഷ്ണൻ തൻ്റെ സന്ദേശവാക്യങ്ങളെ കൊണ്ടവർക്ക് ആശ്വാസവും നന്നായി വരുത്തിക്കൊണ്ടിനി ഉണ്ടാകില്ലോ. അപ്പോൾ എന്താ ചെയ്തത് രാമൻ? ഭഗവാന്റെ കഥകൾ, സന്ദേശങ്ങളൊക്കെ എല്ലാ കഥകളും അവർക്ക് ആശ്വാസത്തിന് പകരം മുമ്പ് അക്രൂരനും അങ്ങാണ്ട് വന്ന ആശ്വാസം കൊടുത്തതുപോലെ ഇവിടെ രാമൻ എന്ത് ചെയ്തു? സന്ദേശവാക്യങ്ങൾ, ഭഗവാന്റെ കഥകളൊക്കെ പറഞ്ഞ് അവർക്ക് ആശ്വാസം കൊടുത്ത്. പാവം കുട്ടികളല്ലേ,
അത്രത്തോളം ഭഗവാനീന്നും പറഞ്ഞ് കഴിഞ്ഞവരല്ലേ. അപ്പോൾ പെട്ടെന്നങ്ങ് പോയപ്പോൾ അവർക്ക് ദുഃഖമല്ലേ. അതുകൊണ്ട് ഓർക്കുമ്പോൾ അവർക്ക് സങ്കടം ഉണ്ടാവും. നമുക്കുണ്ടല്ലോ സങ്കടം, വയസ്സ് എന്നിട്ട് പോലും. ഭഗവാൻ ഇല്ലെങ്കിൽ അത് അത്രമാത്രം ദുഃഖം തന്നെയാണ്. നമുക്കുള്ള ഹൃദയത്തിൽ ഭഗവാൻ ഉള്ളതുകൊണ്ടാണ് ദുഃഖം ഇല്ലാത്തത്. അവിടുന്ന് പിരിഞ്ഞ് മാറുകയാണെങ്കിൽ നമുക്ക് എന്ത് ദുഃഖമായിരിക്കും. അതുകൊണ്ട് നമ്മളെപ്പോഴും കടിഞ്ഞാണിട്ട് പിടിച്ച് ഉള്ളത്തിൽ ആക്കി വെച്ചേക്കണം, എങ്ങും പോകാതെ. അപ്പോൾ എന്തോന്ന്, ഇത്തരം പറഞ്ഞവർക്കരയും നേരത്തിങ്കിൽ ചിത്തം ആശ്വസിപ്പിച്ചു രാമനും. കൃഷ്ണൻ തൻ്റെ സന്ദേശവാക്യങ്ങളെ കൊണ്ട് അവർക്ക് ആശ്വാസവും നന്നായി വരുത്തിക്കൊണ്ട് ഇനിയും ഉണ്ടാകിലോ എന്ന് രാമന് ഓർത്ത് ഇനിയും ഇപ്പോഴതിന് ആശ്വാസം കൊടുത്ത് ഇനിയും അവർക്ക് കരഞ്ഞാലോ എന്ന് കരുതിയവർ എന്ത് ചെയ്ത്, രാമൻ ഓർത്ത് ഗോകുലം തന്നിൽ പിന്നെ നന്നായി 2 മാസം പാർത്തിതു ബലഭദ്രൻ. കാരണം ഈ കരച്ചിൽ ഇനിയും മേലോട്ട് വന്ന് പോയാലോ എന്ന് കരുതി ഈ രാമൻ എന്ത് ചെയ്തു, 2 മാസത്തോളം ഈ കുട്ടികളോടൊത്ത് തന്നെ അവിടെ കഴിഞ്ഞു. അവിടെ മുമ്പ് അക്രൂരനും ഇതുപോലെ ആയിരുന്നല്ലോ. വന്നപ്പം അവരുടെ സങ്കടം സഹിക്കുകയാതെ വന്നപ്പം ആശ്വാസമൊക്കെ പറഞ്ഞ് കൊടുത്ത് അവസാനം കുറേ നാൾ കഴിഞ്ഞിട്ട് അദ്ദേഹം പോയത്. ഇപ്പം അതുപോലെ രാമനും വിചാരിച്ച് പെട്ടെന്ന് പോകണ്ട, ഈ കുട്ടികളുടെ കരച്ചിൽ ഇനിയും വന്നാലോ, ഇനി അവരുടെ സങ്കടം ഒന്ന് മാറ്റിയിട്ടൊക്കെ പോകാം. അങ്ങനെ ഇദ്ദേഹം 2 മാസം അവിടെ പാർത്തു ബലഭദ്രൻ. അക്കാലം വസന്തമാകാലവുമാകയാലേ, നല്ല പൂക്കാലം, വസന്തകാലം വന്നു. വൃന്ദാവനത്തിൽ എല്ലാം കൊണ്ടും ശോഭയേറിയ ഒരു അന്തരീക്ഷം ഉണ്ടായി. എല്ലായിടം പൂത്ത് തളർത്ത് സുന്ദരമായ ഒരു കാലാവസ്ഥയായി. അതാണ് ആ സമയം. അക്കാലം 2 മാസം രാമൻ തങ്ങുന്ന സമയത്ത് വസന്തമാം കാലം, നല്ല വസന്തമാം കാലവും ആകയാലേ മുഖ്യമാം വൃന്ദാവനെ രാത്രിയിൽ രാമൻ താനും ഗോപികാജനത്തോടും നന്ദിച്ചു വനംബുക്ക് ശോഭിച്ചു വനം അത് ചന്ദ്രിക പരന്നേറ്റം കുന്തമന്ദാരം ആദി കുസുമ ശോഭയോടും മന്ദവാദവും ഇവ ശോഭകൾ കണ്ട് നിത്യവും കാമരസ ക്രീഡകൾ ചെയ്തുകൊണ്ട് തത്ര രാമനും നാരീജനവും ഒന്നിച്ച് ഒരു യാമിനി കളിക്കുമ്പോൾ വാരുണി മധ്വ മന്ദഗന്ധവും പാരമായി പരന്നതോർത്ത് രാമൻ. എന്താണ് ഈ പാരമായി പരന്നത്? എന്തൊരു ഗന്ധം? മധു, അതായത് എന്താ ഇത് മദ്യം. വാരുണി മധ്വ മന്ദഗന്ധവും, അതായത് ഇത് മദ്യത്തിൻ്റെ പേര് അങ്ങനെ പറയാം. മദ്യം എന്ന് വെച്ചാൽ ഒരു വൃക്ഷത്തിൽ നിന്ന് ഒരു വൃക്ഷത്തിൻ്റെ ഒരു പൊത്തിൽ നിന്നിങ്ങനെ ഇത് വരും, അതിൻ്റെ നീര്, അത് മദ്യമാണ് അവിടുത്തെ. അപ്പോൾ അതിൻ്റെ മണം. ഈ വസന്തകാലം വന്നപ്പോൾ ഇവർ സന്തോഷമായിട്ട് ചന്ദ്രിക പരക്കുന്ന സമയമാണ്. നല്ല ചന്ദ്രിക, നല്ല വെട്ടമുണ്ട് നിലാവിൻ്റെ. ആ വെട്ടത്ത് ഇവർ നന്നായി യാമിനി രാത്രിയിൽ രാമനും നാരിജനൊക്കെ ഒന്നിച്ച് കാമരസ ക്രീഡകളൊക്കെ ചെയ്ത് സന്തോഷമായിട്ട് എത്രയോ നാളുകൂടിയാണ് രാമനോട് വരെ കുട്ടികളായിട്ട് ഇങ്ങനെ കളിക്കാനൊക്കെ സന്തോഷമായിട്ട് നടക്കുമ്പോൾ ഈ വാരുണി മധ്വ മന്ദഗന്ധവും പാരമായി പരന്നത് ഓർത്ത് രാമൻ എന്ത് ചെയ്തു, ചെന്ന് കണ്ട്. എവിടാ ഈ മണം എന്ന് പറഞ്ഞ് നോക്കിയപ്പോൾ എന്താ, ചെന്നു കണ്ടിത് തരു വൃക്ഷം. അപ്പോൾ ചെന്നു കണ്ടിത് ആ തരു കോടരേ വരുന്നത്. കോടര വെച്ചാൽ എന്താ, ഈ മരപ്പൊത്ത്, ഏതോ ഒരു വൃക്ഷത്തിൻ്റെ പൊത്ത്, മരത്തിൻ്റെ ഒരു ഓട്ട പോലെ ഒരു ദ്വാരം കാണും, പൊത്തുണ്ട്. അത് കോടരേ. ഈ തരു എന്ന് വെച്ചാൽ വൃക്ഷമാണ്, വൃക്ഷത്തിൻ്റെ കോടരെ വരുന്നത്. നന്ദിച്ചു സുഗന്ധിയാം മദ്യം സേവിച്ചു രാമൻ. ഇങ്ങനെ ഊറി വരുന്ന എന്താ പറയുന്നത്, വെള്ളം ഊറ്റിറങ്ങുന്ന പോലെ ഇത് മദ്യം ഇങ്ങനെയാണ്ട് ഇറങ്ങി വരും. അത് ഈ രാമൻ എന്ത് ചെയ്ത്, മണം ഓർത്ത് ചെന്ന് കണ്ടപ്പോൾ ഇത് ഈ കോടരെ, ഈ പൊത്തിൽ നിന്ന് മരത്തിൻ്റെ തരു എന്ന് പറയുന്ന വൃക്ഷമാണ്, അത് മനസ്സിലാക്കണം. തരു കോടരെ, വൃക്ഷത്തിൻ്റെ പൊത്തിൽ നിന്ന് വരുന്നത് എന്താണ്, മദ്യം. അപ്പോൾ നന്ദിച്ച് സുഗന്ധിയാം മദ്യം സേവിച്ചു രാമൻ. നല്ല മണം, സുഗന്ധമുള്ള ആ മദ്യത്തിൻ്റെ മണം കേട്ട് ഇദ്ദേഹം കുറച്ചങ്ങ് സേവിച്ചിട്ട് എന്ത് ചെയ്തു, രാമൻ സുന്ദരിമാർക്കും നന്നായി കൊടുത്തു, തെളിഞ്ഞിതു ആ പിള്ളേർക്കും കൊടുത്ത്. സുന്ദരിമാരും ഇത് കുടിച്ചു, രാമനും കുടിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു, ചന്ദ്രനും താരങ്ങളും കണക്കെ ഹലായുധൻ സുന്ദരിമാരും ഒരുമിച്ച് വാണാതി ധൈര്യാൽ. ഈ ചന്ദ്രൻ്റെ താരങ്ങളും ഒക്കെ നക്ഷത്രം, ചന്ദ്രനും നക്ഷത്രങ്ങളുടെയും കണക്കെ ഹലായുധൻ എന്ത് ചെയ്തു, ഹലായുധൻ വെച്ചാൽ ആരാണ്, രാമൻ. ചന്ദ്രനും താരങ്ങളും വെച്ചാൽ എന്താണ്, ചന്ദ്രനും നക്ഷത്രങ്ങളും എങ്ങനെയാ, അതുപോലെ ഹലായുധൻ സുന്ദരിമാരും ഒരുമിച്ച് അതിധൈര്യാൽ
നക്ഷത്രനും ചന്ദ്രനും ആകാശത്ത് എങ്ങനെയാ അതുപോലെ ഈ കുട്ടികൾ, ഒരുപാട് കുട്ടികളുണ്ടല്ലോ, അത് താരങ്ങൾ. ചന്ദ്രൻ ആരാണ്? രാമൻ, ഹലായുധൻ. അപ്പോൾ ചന്ദ്രൻ്റെ സ്ഥാനത്ത് ഹലായുധനും താരങ്ങളുടെ സ്ഥാനത്ത് ഈ കുട്ടികളും. ഒത്തിരി പിള്ളേരുണ്ടല്ലോ. അങ്ങനെ വാണാതി ധൈര്യാൽ. എന്താ കാരണം? നന്നായി മദ്യപിച്ചിട്ടുണ്ട് ഈ കുട്ടികളും, മദ്യപിച്ചിട്ടുണ്ട്. നല്ല മദ്യം, നല്ല മണം വന്നപ്പോഴാണല്ലോ ഈ വൃക്ഷത്തിൻ്റെ പൊത്തിൽ നിന്ന് പോയി കണ്ടുപിടിച്ച് രാമൻ അത് സേവിച്ചത്. അത് കുട്ടികൾക്കും കൊടുത്തു. അപ്പോൾ അവിടെ എന്തായി മാറി? അവർ ചന്ദ്രനും താരങ്ങളുമായി മാറി. അതൊന്ന് ആലോചിച്ച് നോക്ക്. അതുവരെയുള്ള മറ്റെല്ലാം മാറി അവർ കുട്ടികൾ നക്ഷത്രങ്ങളുമായി. ഈ ഹലായുധൻ, അതായത് രാമൻ, ഒരു ചന്ദ്രനുമായി. സുന്ദരിമാർ ഒരുമിച്ച് അതിധൈര്യാൽ. അവർക്ക് ധൈര്യം ഉണ്ടാകും. അപ്പോൾ എന്താ ഈ മദ്യം അങ്ങോട്ട് ഉള്ളിലോട്ട് ചെന്ന് രക്തനേത്രാഭയോടും മത്തനാം രാമൻ താനും മത്ത് പിടിച്ച് രാമന്. അപ്പോഴോ കണ്ണൊക്കെ രക്തനേത്ര, ചുമന്ന കണ്ണ്, സുന്ദരമായ കണ്ണോടുകൂടി രാമൻ. തെളിവില്ല, ഈ ഫാനിൻ്റെ കാറ്റ് വീശുന്നുണ്ട് ഒട്ടും ഇല്ലാത്തത്. അപ്പോൾ രക്തനേത്രാഭയോട് മത്തനാം രാമൻ താനും. മത്തനാച്ച എന്താണ്? ആനയ്ക്ക് മതമുള്ള പോലെ മത്ത് പിടിച്ച്. മത്തനാം രാമൻ താനും ഉത്തമ നാരീമണിമാർ മധ്യേ വിളങ്ങി ഞാൻ. അപ്പോൾ എന്താ? ഉത്തമ നാരീമണിമാർ മധ്യേ, ചുറ്റും നക്ഷത്രങ്ങളെ പോലെ നിൽക്കുന്ന ഈ കുട്ടികൾ, നാരീമണി സ്ത്രീകൾ. നടുക്ക് ആര് നിൽക്കുന്നു? മധ്യേ ചന്ദ്രൻ നിൽക്കുന്നു, ഹലായുധൻ. അപ്പോൾ ചന്ദ്രനും നക്ഷത്രം പറഞ്ഞപ്പോൾ മനസ്സിലായോ? മൊത്തത്തിൽ ഒരു വൃത്തം മൊത്തവും ഈ കുട്ടികളാണെങ്കിൽ നടുക്ക് നിൽപ്പുണ്ട് രാമൻ. നന്നായി മദ്യപിച്ചിട്ടുമുണ്ട്. എന്നിട്ട് മധ്യേ വിളങ്ങിനാൻ. ദേവകൾ വിമാനവുമായി വന്ന് അമ്പലത്തിങ്കൽ ദേവവാക്യങ്ങളാലും വാഴ്ത്തിനാർ ബലഭദ്രം. അങ്ങനെ ബലഭദ്രരാമനെ ദേവന്മാരെല്ലാം ഇത് കണ്ടപ്പോൾ വിമാനവുമായി വന്ന അമ്പലത്തിൽ, ആകാശത്തിൽ വന്നു നിന്ന് ദേവവാക്യങ്ങളാലും, ദേവന്മാർ നല്ല വാക്യങ്ങൾ കൊണ്ട് വാഴ്ത്തിനാർ ബലഭദ്രനെ. അത്രയ്ക്ക് ഈ ദേവന്മാർക്ക് സന്തോഷം. കാരണം നല്ലൊരു രംഗമല്ലേ, ചുറ്റിനും നക്ഷത്രങ്ങളും, നടുക്ക് നന്നായി വിളങ്ങി നിൽക്കുന്ന രാമനും തേജസ്സോടുകൂടി. പുഷ്പവർഷവും ചെയ്തു മൂർധനി രാമൻ തൻ്റെ പുഷ്പമാല്യങ്ങളാലും എത്രയും വർഷിച്ചിതു. അപ്പം ആകാശത്തുനിന്ന് ദേവന്മാർ പുഷ്പങ്ങളെ അർച്ചിച്ച് മൂർധനി രാമൻ്റെ ശിരസിലേക്ക് പുഷ്പമാല്യങ്ങളാലും എത്രയും വർഷിച്ചിതു. മത്തവാരണ സമാനയ്യ കുണ്ഡലത്തോടും മത്തവാരണം. വാരണം ആന. മത്ത് പിടിച്ച ആന എങ്ങനെയാ? മതിച്ച ആന സമാനം. അപ്പോൾ മത്ത് പിടിച്ച വലിയ കൊമ്പനാനകളില്ലേ, അതിന് സമാനൈക കുണ്ഡലത്തോടും എത്രയും ശോഭിച്ചതു ദിവ്യമാല്യാഭരണാൽ എന്നുവെച്ചാൽ എത്രയും ശോഭിച്ച ദിവ്യമാകുന്ന ആഭരണങ്ങളൊക്കെ പാരാത നാരിമാരുമായി ചെന്നു യമുനതൻ തീരത്തു കളിപ്പാനായി വിളിച്ചു കാളിന്തിയേ. അങ്ങനെ ഇവരെല്ലാവരും കൂടെ എവിടെ ചെന്നു? ഈ ശോഭിച്ച് ആനയ്ക്ക് മത്ത് പിടിച്ചതുപോലെ ആ ആനയ്ക്ക് തുല്യത പോലെ നല്ല കുണ്ഡലമൊക്കെ അണിഞ്ഞ് എത്രയും ശോഭിച്ച് ആഭരണത്താൽ എവിടെ ചെന്നു നാരിമാരും ഈ ബലരാമനോട്? യമുനതൻ, അത് കാളിന്തി തീരത്ത്. എന്തിനാ? കളിപ്പാനായി ആരെ വിളിച്ചു? കാളിന്തിയെ. യമുനതൻ തീരത്തു കളിപ്പാനായി വിളിച്ചു കാളിന്തിയെ. മത്തനാ ഇവനെന്നതോർത്ത് ചെന്നീല അവളും. ഈ രാമൻ മത്തനാണ്, കുടിച്ചിട്ട് നിൽക്കുകയാണ്, മത്ത് പിടിച്ച് നിൽക്കുന്നതുകൊണ്ട് ലക്ക് ലകാനൊന്നും കാണത്തില്ല എന്ന് വിചാരിച്ചിട്ട് കാളിന്തി പോയില്ല. രാമൻ കളിക്കാൻ വിളിച്ചു കാളിന്തിയെ. പക്ഷേ കാളിന്തി മനസ്സിൽ കണ്ടു രാമൻ നന്നായി പൂസായി നിൽക്കുകയാണ്. അത് ഓർത്തിട്ട് ഇവള് പോയില്ല, ചെന്നീല അവളും. ചിത്തകോപേന സ്ഥീരമെടുത്തു കാളിന്തിയെ കൊളുത്തി വലിച്ചപ്പോൾ, അതായത് അപ്പം കാളിന്തിയെ വിളിച്ചപ്പോൾ കാളിന്തി ചെല്ലാഞ്ഞതുകൊണ്ട് രാമന് ദേഷ്യം വന്നപ്പോൾ സ്ഥീരമെടുത്ത് കാളിന്തി എന്ത് കലപ്പുണ്ട്, അതിനൊരു കൊളുത്തുണ്ടല്ലോ അതിനെ അടിക്ക്, ആ കൊളുത്തുകൊണ്ട് ഈ കാളിന്തിയെ വലിച്ച്. കാളിന്തിയെ കൊളുത്തി വലിച്ചപ്പോൾ നിന്നുകൂടാഞ്ഞവളും. കൊളുത്തി വലിച്ചാൽ പിന്നെ നിൽക്കാൻ പറ്റുമോ? പോരെ, രാമൻ്റെ ശക്തി എത്രമാത്രം ഉണ്ട്, വലിച്ചാൽ പോയല്ലേ പറ്റും. അതുകൊണ്ട് നിന്നുകൂടാഞ്ഞവളും കാളുന്നോരുള്ളത്തോടും ഉള്ളങ്ങനെ കാളുമോ. അയ്യോ എന്താവോ എന്തോ, നന്നായി കുടിച്ച് ലക്കില്ല നിൽക്കുകയല്ലയോ ഈ രാമൻ, എന്നെ കൊളുത്തി വലിച്ചോണ്ട് പോകുന്ന എന്ത് പറ്റുമോയെന്ന് അറിയാൻ വയ്യില്ല. അങ്ങനെ അങ്ങ് കാളുക.
സാധാരണ കുടിയന്മാരുടെ അടുക്ക ഏതെങ്കിലും സ്ത്രീകൾ പോവോ? അഥവാ എന്തെങ്കിലും അപകടം വരുന്നവരുടെ ഉള്ളം കാളി എത്തത്തില്ലേ? അതുപോലെ കാളുന്നോരുള്ളത്തോടും ചെന്നതോ രാമാന്തികേ വീണുടൻ നമസ്കരിച്ചിടനാൾ കാളന്തിയും. എന്തായാലും കൊള്ളാം, കാളന്തിയെ കൊളുത്തി വലിച്ചോണ്ട് പോയി അവർ പെട്ടെന്ന് തന്നെ രാമൻ്റെ അടുത്ത് ചെന്ന് വീണ് നമസ്കരിച്ച് കാളന്തി. ത്രാണനം ചെയ്ക രാമ രാമ ഹേ മഹാബാഹോ ധീമാനാം രാമ മമ സകലം അപരാധം ക്ഷമിക്ക ദയാനിധേ വിശ്വാത്മാവായ ഭവാൻ വിശ്വധാരണി പാഹി നമസ്തേ നമോസ്തുതേ. വിളിച്ചിട്ടുടനെ ചെന്നില്ല. അപ്പോൾ എന്ത് കൊളുത്തി വലിക്കുമ്പോൾ അത്രയ്ക്ക് ദേഷ്യമാണ് കാണിക്കുന്നത്. ദേഷ്യം വന്നാൽ എന്തും രാമനല്ലയോ ആള്, എന്തിനും സംഭവിച്ചാലോ. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അവർ ഓടി അദ്ദേഹത്തെ കാൽക്കൽ വീണ് നമസ്കരിച്ചിട്ട് സകല അപരാധം ക്ഷമിക്കണമേ ദയാനിധേ എന്ന് പറഞ്ഞ് അവരൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. ഇത്തരം വണങ്ങിയിടും നമോസ്തുതേ വിശ്വകാരണായ അനന്തായതേ നമോ നമ. വിശ്വത്തിനും കാരണനായിരിക്കുന്ന അനന്തനായിരിക്കുന്ന അങ്ങയ്ക്ക് നമസ്കാരം. ഇത്തരം വണങ്ങിയിടും കാളന്തി തന്നെ രാമൻ ചിത്തകാരുണ്യാൽ അഭയം കൊടുത്ത് അനന്തരം. അത്രയെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ട് ദേഷ്യമൊക്കെ പോയി. മത്ത് പിടിച്ച് അത്രയും കോപമായിരിക്കുക. കാളന്തിയെ വിളിച്ചിട്ട് ചെന്നില്ല. കളിക്കാൻ വിളിച്ചതാ, പോയില്ല. അപ്പോൾ കലപ്പയും കൊണ്ട് കൊളുത്തി വലിച്ചപ്പോഴത്തേക്ക് നിന്നുകൂടാൻ പറ്റാത്തൊരവസ്ഥയായി കാളന്തിക്ക്. പിടിച്ച് വലിക്കുമല്ലയോ. പെട്ടെന്ന് തന്നെ ചെന്ന് കാൽക്കവിണ് നമസ്കരിച്ചിട്ട് ഇത്രയും പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹത്തിന് കോപമൊക്കെ പോയി ചിത്തകാരുണ്യം കൊടുത്തിട്ട് അഭയം കൊടുത്ത് അഭയം അപ്പോൾ സന്തോഷമായി. ചിത്തകാരുണ്യാൽ അഭയം കൊടുത്ത് അനന്തരം അതിനുശേഷം കാളന്തി ജലം തന്നിൽ ഇറങ്ങി ജലക്രീഡ നാളിക നേത്രമാരുമായി ചെയ്തതു രാമൻ. അങ്ങനെ കാളന്തി ജലം തന്നെ, അവ നദിയാണത്, യമുനാ നദിയാണ്. കാളന്തി എന്ന് പറഞ്ഞെങ്കിലും അവിടെ കാളന്തിയും അതല്ലേ ഭഗവാനോട് ഗംഗയായാലും യമുനയായാലും സൂര്യപുത്രിയായ ഈ കാളന്തി, ഇതൊക്കെ എല്ലാം ഭഗവാന്റെ ഭാര്യമാരെന്ന് പറയുന്നത് എന്താണ്? ഇതെല്ലാം ഭഗവാന് ഇവിടെ പ്രപഞ്ചത്തിൽ എന്തുണ്ടെല്ലാം ഭഗവാന്റെ കാന്തമാരാണ്, കൃഷ്ണൻ്റെ. അപ്പോൾ രാമനും ഇതിൻ്റെ എല്ലാം അന്ന് ഒന്നിച്ച് നിന്ന് കളിച്ചതല്ലേ ഇവരെല്ലാം. അപ്പോൾ കാളന്തി ജലം തന്നിൽ ഇറങ്ങി ജലക്രീഡ നാളിക നേത്രമാരുമായി ചെയ്തതു രാമൻ. നല്ല സുന്ദരിമാരുമായ കുട്ടികൾ, താരങ്ങൾ, നക്ഷത്രങ്ങളായി നിൽക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടല്ലോ. അപ്പം ജലക്രീഡ ചെയ്തു. എവിടെ? ഈ കാളന്തി നദിയിൽ. കാളന്തി ആരാണ്? കാമിനി. ഭഗവാൻ ഇപ്പം നദിയാണിത്. ഈ നദിയിൽ രാമൻ വിളിച്ചതെന്താണ്? നല്ല മദ്യമല്ലേ. ആ ലഹരിയിൽ വിളിച്ചാൽ നദിക്ക് ഓടി ചെല്ലാൻ പറ്റുമോ? അപ്പോൾ കൊളുത്തി വലിക്കുന്നതായിട്ടൊക്കെ അവരുടെ ഭാവനയാണ്. അങ്ങനെ അല്ലെങ്കിൽ എന്തോ ആവട്ടെ, അല്ല നദിക്ക് എന്തായാലും ഒരു സ്ത്രീ ഒരു മനുഷ്യരും ആവാൻ പറ്റത്തില്ലല്ലോ. ഇതെല്ലാം അവരുടെ സങ്കല്പങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ അതിലിറങ്ങി നന്നായി ജലക്രീഡ ചെയ്യുന്നു നദിയാകുന്ന ഭാര്യ കാന്ത. അപ്പോൾ അതൊക്കെയാണ് മനസ്സിലാക്കണം. അല്ലെങ്കിൽ നിങ്ങളൊക്കെ ചിന്തിക്കുക, ഇനി കാളന്തി എന്ന നദി എങ്ങനെ ഭാര്യ, ഇതൊക്കെ ചിന്തി. ഇതെല്ലാം ലോകത്തുള്ള എല്ലാ സ്ത്രീകളും ഇവിടെ കാളന്തി, ഗംഗ, യമുന, സരസ്വതി, ഗോദാവരി എല്ലാം, പമ്പ, ഇതെല്ലാം പുരുഷലിംഗങ്ങൾ, പുരുഷൻ്റെ അല്ല, ഇതെല്ലാം സ്ത്രീലിംഗങ്ങളാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇതെല്ലാം അമ്മമാരാണ്, ഭൂമിയിലെ ദേവിമാരാണ്, അതെല്ലാം പരമാത്മാവിൻ്റെ ഭാര്യമാരാണെന്ന് മനസ്സിലാക്കണം. ഇവിടെ പുരുഷനായിട്ടുള്ള ഒരു കാര്യം ഈ പ്രപഞ്ചത്തിൽ പറയുന്നില്ല. ഇവിടെ കാളുന്ത, ഗൗര അല്ലെങ്കിൽ സരസ്വത എന്ന് പറയുന്നില്ല. എല്ലാം സ്ത്രീയുടെയാണ്. ഗംഗ, യമുന എന്നെല്ലാം പറയുന്ന എല്ലാം സ്ത്രീയുടെ പേരുകളാണ്. അപ്പോൾ എന്ത് മനസ്സിലാക്കണം? പരമാത്മാവ ഈശ്വരൻ്റെ എല്ലാം കാന്തമാരാണ് നദികൾ എന്ന് ചിന്തിച്ചാൽ മതി. നമുക്കുള്ള അറിവ് അങ്ങനെയൊക്കെയാണ്. അങ്ങനെയൊക്കെ മനസ്സിലാക്കാം, അത്രയേ ഉള്ളൂ. അല്ലാതെ എന്താ പറയാനാ? അതുകൊണ്ട് ഞാനീ പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കുക, അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ സംശയം ഉണ്ടാവും. അങ്ങനെ നാളിക നേത്രമാരുമായി ചെയ്തതു രാമൻ. എന്താ? കാളന്തി ജലം തന്നിൽ ഇറങ്ങി ജലക്രീഡ നടത്തി. ആരാണ്? ഈ സുന്ദരിമാരായ ഗോപസ്ത്രീകളുമായിട്ടാണല്ലോ പോയേക്കുന്നത്. അവർ നക്ഷത്രങ്ങളുമായി നല്ല മത്ത് പിടിച്ച രാമൻ അവിടെ എന്തായി? ചന്ദ്രനുമായി. ഇവരെല്ലാം കാളന്തി നദിയിലിറങ്ങി ജലക്രീഡ ചെയ്യുന്നു. നാളിക നേത്രമാരുമായി നല്ല സുന്ദരിമാരുമായിരിക്കുന്ന ഈ കുട്ടികളുമായി ജലക്രീഡ ചെയ്തു രാമൻ. തീരത്തു കരേറിയ നേരത്തു യമുനയും ചാരുവാം നീലവസ്ത്രം നീലരത്നത്താൽ മാല്യം ആഭരണാതി നൽകിയവയും വാങ്ങി ധരിച്ചൻപോടു ജംഭാരിതൻ കുംഭീന്ദ്ര സമൻ രാമൻ കമ്പമെന്നിയേ നാരീജനവും ഒരുമിച്ച് ഭാവസമ്മോദാലേറ്റം ശോഭിത വിഗ്രഹനായി പോന്നു ഗോകുലം ബുക്കുവാണിതോ നൃപോത്തമ. എന്താണ് ഇവിടെ പറഞ്ഞത്? അവർ തീരത്ത് കരേറിയ നേരത്ത് യമുനയും ചാരുവാം എന്താ നീല വസ്ത്രം
അതായത് ഈ നദിക്കൊക്കെ ഒരു നീല നിറമല്ലേ തോന്നുന്നത്, അത് വസ്ത്രം പോലല്ലേ. അപ്പോൾ നീല വസ്ത്രത്താലും നീലരത്നത്താലും മാല്യം ആഭരണാദി നൽകി അവയും വാങ്ങി ധരിച്ച് അൻപോട് ജംഭാരി തൻ കുംഭീന്ദ്ര സമൻ, ആനയ്ക്ക് സമം. ആരുടെ ആനയ്ക്ക്? ജംഭാരിയുടെ ആനയ്ക്ക് തുല്യൻ. ആര്? മത്ത് പിടിച്ച രാമൻ. ജംഭാരി എന്ന് വെച്ചാൽ ഇന്ദ്രനാണ്. ഇന്ദ്രൻ തൻ കുംഭീന്ദ്ര സമൻ. ഇന്ദ്രൻ്റെ കുംഭീന്ദ്ര സമൻ കുംഭി ആന സമം ആനയ്ക്ക് സമം. ആരുടെ ആനയ്ക്ക്? ഇന്ദ്രൻ്റെ ആനയ്ക്ക് സമമായി നിൽക്കുന്ന ആരാണ്? രാമൻ. അപ്പോൾ അത്രത്തോളാണ് ആനയ്ക്ക് തുല്യനായിട്ട് നിൽക്കുക. നന്നായി കുളിച്ച് ജലക്രീഡയൊക്കെ നടത്തി. ഒന്നാമത് നല്ല മത്താണ്, മത്തോട് നിൽക്കുകയാണ്. അപ്പോൾ തീരത്ത് കരയേറി ഇതൊക്കെ ചിന്തിച്ച് നോക്കുമ്പോൾ എന്താ, ഇന്ദ്രൻ്റെ ആനയ്ക്ക് തുല്യമായിട്ട് മത്ത് പിടിച്ച് നല്ല മതിച്ച് നിൽക്കുന്ന ഒരു രാമൻ, ആനയുടെ കണക്ക്. കമ്പമെന്നിയേ നാരീജനവും ഒരുമിച്ച്, ഈ കുട്ടികളും കൂടെ ഉണ്ട്, ഒരുമിച്ച് ഭാവസമ്മോദാലേറ്റം ശോഭിത വിഗ്രഹനായി സുന്ദരനായിട്ട് നിൽക്കുകയാണ്. നല്ല കോമളനാണ്. ഭാവസമ്മോദാലേറ്റം ശോഭിത വിഗ്രഹനായി, വിഗ്രഹം ശരീരം. രാമനെ കണ്ടാൽ അത്ര സുന്ദരനായിട്ട് പോന്നു. ഗോകുലം ബുക്കുവാണിതോ നൃപോത്തമ. അവരെന്നിട്ട് എല്ലാവരും കൂടെ ഈ ജലക്രീഡയൊക്കെ കഴിഞ്ഞ് സുന്ദരനായിട്ട് മത്ത് പിടിച്ച ആനയെ പോലെ, അത് ഐരാവതം ഇന്ദ്രൻ്റെ ആനയെ പോലെ സുന്ദരനായിട്ട് അത്രയ്ക്ക് വീര്യവാനായിട്ട് ധൈര്യപൂർവ്വം മതിച്ച് ഈ കുട്ടികളുമായിട്ട് തിരിച്ച് അവരെ പോയി, ഗോകുലത്തിലേക്ക് പോയി വാണ് നൃപോത്തമ. നമുക്കിനി അടുത്ത പ്രാവശ്യം വായിക്കാൻ ബാക്കി. ഒരു വരുടെ വായിക്കട്ടെ. ഇന്നുമുണ്ടടോ രാമൻ നാരീഭർ യമുനയിൽ കളിച്ച സ്ഥലത്തെങ്കിൽ വാഴുന്നു യമുനയും ഹലിതൻ വീര്യം അത് ശോഭിച്ചു കൊള്ളുവാനിഹ. അപ്പോൾ എന്താണ് അന്ന് അവിടെ ആ ചെയ്ത കളികൾ ഇന്നും ഉണ്ടടോ അവിടെ. രാമൻ നാരീഭർ യമുനയിൽ, ആ യമുന സ്ഥലത്ത് നാരി ഈ കുട്ടികളും ഈ രാമനുമായിട്ട് കളിച്ച സ്ഥലത്ത് വാഴുന്നു യമുന, ഇപ്പോഴും അവിടെ അതുണ്ട്. ഹലിതൻ വീര്യം അത് ശോഭിച്ചു കൊള്ളുവാനിഹ. അത് ഈ ഹലി, ഈ രാമൻ ബലരാമനെയാണ് ഹലി എന്ന് പറയുന്നത്. ഹലിതൻ വീര്യം അത്, അന്നത്തെ ആ വീര്യം അത് ശോഭിച്ചു കൊള്ളുവാനിഹ. ആ ഒരു ശോഭ, ആ മത്ത് പിടിച്ച ഐരാവത്തിൻ്റെ അത്രയും ഉള്ള സമൻ, ആനയ്ക്ക് സമനായ ഒരു വീര്യവാനായിട്ടുള്ള ഒരു ബലവാനായ ആ ബലരാമനെ ഇന്നും ആ യമുനാ സ്ഥലത്ത് ഇന്നും അവിടെ കാണാം. കൊള്ളുവാനിഹ, ഇത് ആ ശോഭ അവിടെ ഉണ്ട്. അതൊക്കെ നല്ല കാര്യമല്ലേ, അന്ന് നടന്ന സംഭവമല്ലേ ഇതൊക്കെ. അപ്പോൾ നമ്മളിതൊക്കെ വായിക്കുമ്പം അതൊക്കെ ചിന്തിക്കണം. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം ഹരി ഓം ഹരി ഓം.